പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, നമുക്കൊരുപാട് ഫ്രണ്ട്സുകളുണ്ട്. നമ്മൾ പറയും ഇവൻ എന്റെ ചങ്കാണെന്ന്, ഇവൻ എന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണെന്ന് പടച്ചവനെ ഞാനും നിങ്ങളും പറയുമല്ലോ. എന്നാൽ ആ പറയുന്ന കൂട്ടുകാരൻ നിന്നെ കുറിച്ച് നല്ലത് പറയുമോ? നീ നല്ലവനാണെന്ന് പറയുമോ? ഒരിക്കലും പറയാറില്ല സഹോദരാ. കാരണം നിന്റെ രഹസ്യവും നിന്റെ പരസ്യവും നിന്റെ കൂട്ടുകാരനറിയാം. പെങ്ങളെ, നിന്റെ എല്ലാ സ്വഭാവങ്ങളും നിന്റെ കൂട്ടുകാരികൾക്കറിയാം. അവളുമായിട്ട് നീയൊന്ന് പിണങ്ങി നോക്ക്, അവളുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്കിക്കേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തീരുമാനിച്ചു. പക്ഷെ അബൂബക്കർ തങ്ങളുടെ ടെൻഷൻ എന്താ? പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ, തുപ്പിയും ചുബയും താടിയും തഴമ്പൊക്കെ ഉണ്ട്, നല്ല അങ്ങാതിയാ. പരസ്യമായി നോക്കിയാൽ അള്ളാനെ പേടിയുള്ള ആളാ. പക്ഷെ രഹസ്യ ജീവിതത്തിൽ ഉമറിനെ കുറിച്ച് എനിക്കറിയില്ല, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പടച്ചവന് പരസ്യവും രഹസ്യവും ഒന്നുപോലാകണമല്ലോ. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയണം. അതുകൊണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. എന്ത് ചോദിച്ചു? ഉസ്മാനെ, ഞാൻ ഉമറിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ആ ഉമറിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞതാ. നീ ചങ്ങാതിയല്ലേ, നീയും ഉമറും നല്ല കൂട്ടുകാരല്ലേ, ഉമറിന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയുമല്ലോ. അതുകൊണ്ട് ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ ഒന്ന് സാക്ഷി പറയണം, നീ എനിക്കൊന്ന് പറഞ്ഞു തരണം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പടച്ച റബ്ബിനെ സത്യം ചെയ്തിട്ട് പറയാ, എന്റെ ചങ്ങാതി നല്ലവനാ, ഉമർ നല്ലവനാ, അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന ആളാ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖലീഫയാക്കാം.